ഇന്നത്തെ റെസിപ്പിയെ ഇതാ ഇങ്ങനെ വാരി അങ്ങ് കഴിക്കാൻ തോന്നുന്ന മുട്ടത്തോരനാണ്. പല പല രീതിയിലും നമ്മൾ മുട്ടത്തോരൻ തയ്യാറാക്കാറുണ്ട്. അതിൽ ചെറിയ ചെറിയ മാറ്റത്തോടു കൂടി തന്നെ ചെയ്തെടുക്കുന്ന ഒരു മുട്ടത്തോരനാണിത്. ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിക്കോളൂ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിക്കും എന്തിൻ്റെ കൂടെ മുട്ടത്തോരൻ ഇഷ്ടമാണല്ലോ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബൗളിനകത്ത് പൊട്ടിച്ചു നോക്കി നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് ഒന്ന് ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള മാത്രം ഉപ്പും ചേർക്ക് കുറച്ച് കുരുമുളക് പൊടിയോടെ ചേർത്തിട്ട് ഒന്ന് അടിച്ച് വയ്ക്കുക. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു കടായി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. മുട്ടത്തോരന് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. ഇനി ഇതാ ഒരു 1/2 സ്പൂണ് പെരിഞ്ചീരകം, വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതാ ഒരു 1/2 സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് കുത്തിയരിഞ്ഞ് ചേർക്കുക. കൂടെ തന്നെ വലിയൊരു പച്ചമുളകായിരുന്നു, ഒരെണ്ണം മാത്രം എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എടുക്കുക. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1-2 ചെറിയ വറ്റൽമുളക് കൂടെ ചേർക്കുക. ഇതൊരു 10 സെക്കൻഡിനുള്ളിൽ മൂത്ത് കിട്ടും. പെരിഞ്ചീരകം ഒന്നും കരിഞ്ഞു പോകരുത്. ഇഞ്ചി ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി. തീ കുറച്ചൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പിനടുത്തായിട്ട് ക്യാരറ്റ് കൂടി ചേർക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവ് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. അല്പം ക്യാരറ്റ് കൂടിയാലും സവാള കുറഞ്ഞാലും കൂടിയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. സവാളയും ക്യാരറ്റും എടുക്കുമ്പോൾ ചെറുതായിട്ട് കുത്തി അരിഞ്ഞ് വേണം എടുക്കാനായിട്ട്. രണ്ടും ഒരുപോലെ വെന്ത് കിട്ടണം. ചോപ്പറിൽ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇത് രണ്ടും ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. സവാളയ്ക്ക് പകരമായിട്ട് ചെറുള്ളി ചേർത്താലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ പകുതി സവാളയും പകുതി ചെറുള്ളിയുമായിട്ടും ചേർക്കാം. സവാളയൊന്നും ഒത്തിരി വഴന്ന് വരണ്ട. ആ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാകും. ഇത് ആയിട്ടുണ്ട്. ഇത് രണ്ടും വെന്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി വഴറ്റണ്ട. ഇനി ആ സവാളയൊക്കെ ഒന്ന് നിരത്തിയിട്ടതിന് ശേഷം മുട്ട ഒഴിക്കാം. ആ സവാളയുടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ മുട്ട ഒഴിച്ചിട്ടുണ്ട്. മുട്ട ഒഴിച്ച ഉടനെ തന്നെ തീ കുറച്ച് കൂട്ടിക്കൊടുക്കുക. നല്ലോണം ഒന്ന് ചിക്കിയെടുക്കുക. ഇനി കുറച്ച് ഐറ്റംസ് കൂടി ഇതിൽ ചേർക്കാനായിട്ടുണ്ട്. മുട്ട ഒന്ന് ഡ്രൈ ആയിട്ട് വേണം ചേർക്കാനായിട്ട്. പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു പരുവാകുമ്പോഴത്തേന് കുറച്ച് നനവൊക്കെ മാറിയിട്ടില്ല. തീ നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. ഇനി ആ ചട്ടിയുടെ ചൂട് മാത്രം മതിയേ. ഇതിൻ്റെ നനവ് മാറിയിട്ടുണ്ട്. നല്ലവണ്ണം ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുക. 2-3 ചേർക്കുക. തേങ്ങ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ബാക്കി ഐറ്റംസ് ചേർത്താൽ മതി. കനമുള്ള ചട്ടിയാണെങ്കിൽ ചൂട് കാണുമല്ലോ, അത് മതി. ഇല്ലെങ്കിൽ തോരനങ്ങ് ഓവറായിട്ട് ഡ്രൈ ആയി പോകും. ഇനി കുറച്ച് കുരുമുളക് പൊടിയുടെ ചേർക്കുക. തേങ്ങ ഇട്ട് നല്ലവണ്ണം ഇളക്കിയെടുത്തതിന് ശേഷം കുരുമുളക് പൊടി ചേർക്കണേ. തേങ്ങയുടെ മുകളിലോട്ട് കുരുമുളക് പൊടി ചേർക്കരുത്. തേങ്ങയിൽ കുരുമുളക് പൊടി ഒട്ടിയിരിക്കും. ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. മല്ലിയില ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതും ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നാരങ്ങ കുരു മാറ്റിയതിന് ശേഷം ഒരല്പം, ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരല്പം എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഇതൊഴിച്ചത് കൊണ്ട് പുളിയൊന്നും ആകത്തില്ല. നല്ല ടേസ്റ്റാണ്. നല്ലവണ്ണം ടേസ്റ്റ് ബാലൻസ് ആകുകയും ചെയ്യും. ഇതിലിപ്പോൾ മല്ലിയിലയും ചെറുനാരങ്ങയും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. അതായത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. അത് ചേർക്കുന്നതിന് മുമ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് രണ്ടും ചേർത്ത് കൂടി നോക്കിക്കോളൂ. അതായത് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം വേണം ചെറുനാരങ്ങ നീര് ചേർക്കാനായിട്ട് ലാസ്റ്റിൽ. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതേ പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ, ഈ കനമുള്ള പാത്രമാണെങ്കിൽ ചൂടങ്ങനെ കാണുമല്ലോ, അപ്പം തോരൻ അങ്ങ് ഡ്രൈ ആയി പോവും. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. ഇതുണ്ടാക്കി കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ഒന്നുകൂടി ഇതിനകത്ത് നല്ല ടേസ്റ്റ് ആവും. ആ പെരുംജീരകത്തിൻ്റെ എല്ലാത്തിൻ്റെ ഫ്ലേവർ നല്ലവണ്ണം മിക്സ് ആകും. ഇങ്ങനെ ഒരു സ്പൂണോട് ഇട്ട് അങ്ങനെ വാരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.